ഇൻഷുറൻസ് മുക്തരാണ്. അങ്ങനെ വീണ്ടും നമ്മളെ ഷെരീഫ് ഖാൻ അടുത്ത് എത്തിയിട്ടുണ്ട്. ഷെരീഫ് ഖാൻ ഈ പ്രാവശ്യം ഫോർച്യൂണർ ഒരു കളിയാണ്. ഫോർച്യൂണർ ഇത് മാത്രമല്ല, അങ്ങോട്ട് കയറി കേൾക്കാം. ഫോർച്യൂണർ ഇത് ലെജൻഡറിൽ വരുന്നുണ്ട്. ഫോർച്യൂണറിന്റെ ഒരുപാട് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത ഒരുപാട് വണ്ടി ഉണ്ട്. ഇനി അതേപോലെ തന്നെ ക്രെറ്റ നോക്കുകയാണെങ്കിൽ ക്രെറ്റ എത്ര 1 2 3 4 ക്രെറ്റ വരുന്നുണ്ട്. ഇനി ഹോണ്ട സിറ്റി നോക്കുകയാണെങ്കിൽ 5 എണ്ണം ഉണ്ട്. സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ 7 എണ്ണം ഉണ്ട്. ഇനി ഓട്ടോമാറ്റിക് വണ്ടി സെലേറിയ നോക്കുകയാണെങ്കിൽ സെലേറിയ ഉണ്ട്. അമേസ് നോക്കുകയാണെങ്കിൽ 5 എണ്ണം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, എല്ലാ ഐറ്റംസിന്റെ കളക്ഷൻ ഉണ്ട്. ഇവിടെ ഷെരീഫ് ഖാന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ട്, ഏത് കാർ ഇപ്പൊ ഈ ഫോർച്യൂണർ ഈ ഒരു മുതല് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവാണെങ്കിൽ മൂപ്പര് പറയാത്ത മേജർ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിഡന്റോ റീപ്ലേസോ നമ്മൾ പറയാത്തതുണ്ട്. നിങ്ങൾ കമ്പനിയിലോ വേണ്ട ഒരു സർട്ടിഫൈഡ് എഞ്ചിനീയറോ വെച്ചിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ 50,000 നമ്മൾ അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കും. പ്ലസ് നിങ്ങൾ പേ ചെയ്ത എമൗണ്ട്, നിങ്ങൾ ചെയ്ത എമൗണ്ട് അത് തിരിച്ചു തരും. അതാണ് മൂപ്പര് തരുന്ന വാഗ്ദാനം. അപ്പൊ നമ്മുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മൾ കൊണ്ടോട്ടിയിൽ നിന്ന് മഞ്ചേരി അല്ലെങ്കിൽ മലപ്പുറം പോകുന്ന സമയത്ത് നാഷണൽ ഹൈവേയിൽ മോങ് എന്ന് പറയുന്ന സ്ഥലത്ത് പഴയ സിനിമാളിന്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് ഫൈനൽ ആവുമ്പോഴാണ് ഫൈനൽ പ്രൈസ് മൂപ്പര് പറഞ്ഞത്. ഫസ്റ്റ് ഒക്കെ മൂപ്പർക്ക് കിട്ടേണ്ട പ്രൈസ് ആണ് പറഞ്ഞത്. കിട്ടേണ്ട പ്രൈസ് എന്തായാലും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ സംസാരിക്കുക. ചിലപ്പം ഈ ഒരു ഫോർച്യൂണർ ഇത്ര ഒരു 14 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50,000 ഒക്കെ മൂപ്പര് കുറച്ച് തരും. കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കും. കാരണം എന്താ പറയുക, റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമ്പനി ഇടാറുണ്ട്. എന്തായാലും മൂപ്പര് കുറഞ്ഞു തരും. നല്ല ക്ലീൻ, നല്ല ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. റേറ്റ് കൂടുതലാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ റേറ്റിൽ കോംപ്രമൈസ് ചെയ്യൂല. നമ്മളെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയിൽ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. അതാണ് നമ്മുടെ ഒരു ഇത് പറയുന്നത്. നമ്മുടെ അടുത്ത് കൊണ്ടുപോകുന്ന എല്ലാ വണ്ടി കമ്പനി മെയിൻറ്റെയിൻ ചെയ്തോട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, കാരണം നിങ്ങളെ വണ്ടി എടുക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ വണ്ടി കാണിക്കൽ എന്റെ ഉത്തരവാദിത്തമാണ്. വണ്ടി എവിടുന്ന് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കാം. കാരണം എന്റെ ഉത്തരവാദിത്തം വണ്ടി കാണിക്കൽ മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ വണ്ടി എടുക്കുക. അടിയിൽ നമ്പർ കൊടുത്തിട്ട് ബാഗം പിടിച്ചോളൂ, നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് ഫോർച്യൂണർ ഉണ്ടായിരുന്നു. ഫോർച്യൂണർ ഈ പ്രാവശ്യം 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 8 ഫോർച്യൂണർ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചെയ്ത ഫോർച്യൂണർ ഒക്കെ ഷഫിളായി. ഇതെല്ലാം ന്യൂ സ്റ്റോക്കുകളാണ്. ഓക്കെ, അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല വണ്ടികളാണ്. വിത്ത് NOC ലാണോ കൊടുക്കുന്നത്? ഇല്ല, നമ്മൾ NOC-ലും കൊടുക്കും, നമ്പർ ആക്കിയിട്ടും കൊടുക്കും. അവരുടെ പേരിൽ NOC എടുത്ത് കൊടുക്കുന്ന ഇത് നമുക്കില്ല. കാരണം വണ്ടി പോരുമ്പോ തന്നെ വിത്ത് NOC പോരാ. ഇത് 2017 മോഡല് 4 വീൽ ഓട്ടോമാറ്റിക് ആണ്. 4 വീൽ ഓട്ടോമാറ്റിക് ഡീസൽ. ഇത് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ഇനി ഇവിടെ നമ്പർ ആവുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് ആവും. 1,35,000 കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. നോ റീപ്ലേസ്മെന്റ്, 0 റീപ്ലേസ്മെന്റ്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിറ്റ് എല്ലാം ചെയ്ത വണ്ടിയാണ്. എക്സ്ട്രാ ഫിറ്റിംഗ് ഇതിൽ ഒരു 60-70 രൂപയുടെ ഫിറ്റിംഗ് ഒക്കെ ലാസ്റ്റ് ഫൈനൽ വിത്ത് ഇത് നമുക്ക് വിത്ത് NOC 28 ലക്ഷം രൂപ. 4 വീൽ ഓട്ടോമാറ്റിക്. എത്ര ലോൺ കയറും ഇതിൽ? നമുക്കൊരു 25-26 പ്രൊഫൈൽ ഉണ്ടെങ്കിൽ 27 കയറും. ഇത് ഫോർച്യൂണർ എന്ന് പറയില്ല, ഇതൊരു അഡാർ ലെജൻഡർ. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 9 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഈ വണ്ടിയിൽ അഡീഷണൽ ചെയ്തിരിക്കുന്നത്. ഇത് 2021 മോഡല്, 1 ലക്ഷം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് റെക്കോർഡ്. 2021 12-ാം മാസം. എക്സാക്ട്ലി 12-ാം മാസമാണ് വരുന്നത്. അതെ, സിംഗിൾ ഓണർഷിപ്പ്. കാരണം 2021 12-ാം മാസം ആണെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ പെർഫോമൻസ് ഉണ്ട്. ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ കമ്പനി റേറ്റ് എന്ന് പറഞ്ഞാൽ 61 ലക്ഷം രൂപയാണ്. ഇന്നത്തെ ഓൺ ദ റോഡ് പ്രൈസ്. അന്ന് ഈ വണ്ടിക്ക് 56 ലക്ഷം രൂപ വിലയാണ്. ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 44 ലക്ഷം രൂപ. 44 ലക്ഷം രൂപ. ഓക്കെ, അഡീഷണൽ ഏകദേശം 9 ലക്ഷം രൂപ എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഈ 9 ലക്ഷം രൂപ വിത്ത് ഇൻവോയ്സ് നമുക്ക് ഓരോന്ന് ടച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, എത്ര ലോൺ മാക്സിമം ലോൺ? ഇതിപ്പോ നമുക്ക് 40 ലക്ഷം രൂപ. അതായത് IT റിട്ടേൺ നിർബന്ധമാണ് അല്ലേ? ഓക്കെ, ഈ ഒരു ഫോർച്യൂണർ ഇത് വന്നിട്ട് 2018 മോഡല് 2 വീൽ ഓട്ടോമാറ്റിക്, സെക്കൻഡ് ഓണർഷിപ്പ്, ഒറിജിനൽ കേരള. അതെ, റിയല്ല. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് മഞ്ചേരി അഡ്രസ്സിൽ, നമ്മുടെ നാട്ടിലെ അഡ്രസ്സിലുള്ള വണ്ടിയിലാണ്. 1,20,000 കിലോമീറ്റർ. അതെ, റീപ്ലേസ് ഒന്നുമില്ല. ഒരു പ്രാവശ്യം കമ്പനി ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അവൈലബിൾ ആണ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇതിന്റെ ഫൈനൽ പ്രൈസ് 33 ലക്ഷം രൂപ. 33 ലക്ഷം രൂപ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. ചെയ്യാം, 30 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫോർച്യൂണർ ഇത് തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന 2017 മോഡൽ വണ്ടിയാണ്. 4 വീൽ ഓട്ടോമാറ്റിക്. ഇത് നമ്മൾ ഓൺ റോഡിൽ നിന്ന് 2.5 ലക്ഷം രൂപ കൊടുത്തിട്ട് 2022 കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. കസ്റ്റമറിനെ ചെയ്ത ബില്ല് നമുക്ക് കൊടുക്കാം. 2017 ആണ് 2022 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്.
ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ല, സിംഗിൾ അല്ല, ഇത് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ, റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ഇനി ഏകദേശം എത്ര കിലോമീറ്റർ? ഇത് 4-wheel ഓട്ടോമാറ്റിക് ആണ്. 4-wheel ഓട്ടോമാറ്റിക് 89,000 വിത്ത് കമ്പനി സർവീസ് റെക്കോർഡ്. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ 100%. നമ്മുടെ കയ്യിലുള്ള എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് കൊടുക്കുന്നത് 32.5 ലക്ഷം രൂപ. 32 ലക്ഷം രൂപയ്ക്ക് മാക്സ് ലോൺ കൊടുക്കാം. 30 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. ഓക്കെ, 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഫോർച്യൂണർ എടുക്കാം. ഓക്കെ, ഈ ഒരു ഫോർച്യൂണർ ഏതാ മോഡൽ? ഇത് 15 4x4 ഓട്ടോമാറ്റിക്കാ. 4x4 ഓട്ടോമാറ്റിക് റിയൽ വരുന്നത്. വണ്ടി ഓണർഷിപ്പ് ഇത് വന്നിട്ട് അവിടെ ഫസ്റ്റ് ഓണർ, ഇവിടെ സെക്കൻഡ് ഓണർ ആവും. ഓക്കെ, കിലോമീറ്ററോ? കിലോമീറ്റർ 1,40,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. അഡീഷണൽ വർക്ക്, അഡീഷണൽ ചെറിയ വർക്കുകളെ ചെയ്തിട്ടുള്ളൂ. സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇതിന്റെ പ്രൈസ് 16 ലക്ഷം രൂപ. 16 ലക്ഷം. 2-wheel ഓട്ടോമാറ്റിക്, 4-wheel ഓട്ടോമാറ്റിക്. 4-wheel ഓട്ടോമാറ്റിക്. ഇതൊക്കെ വിത്ത് NOC നമ്പർ. ഇതൊക്കെ വിത്ത് കേരള നമ്പർ. ഇത് കേരള നമ്പർ. കേരള നമ്പറിൽ നമ്മൾ പറയാം. ഓക്കെ ഓക്കെ, അല്ല ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ കേരള നമ്പറിൽ കൊടുക്കുന്ന വില നമ്മൾ. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു NOC നമ്പർ ആണ്. കേരള നമ്പർ. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്ന ഫോർച്യൂണർ ഇത് KL 12 വയനാട്ടിലോട്ട് റീ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഏതാ മോഡല്? 2012 2-wheel മാനുവൽ, 2-wheel ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സെക്കൻഡ്. ഇവിടെ ഒന്ന്. കിലോമീറ്റർ 1,74,000 ജെനുവിൻ കമ്പനി സർവീസ്. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി 100% അവൈലബിൾ. ഓക്കെ, എങ്ങനെ ലാസ്റ്റ് 12.5 ലക്ഷം രൂപ. 12.5 വിത്ത് കേരള നമ്പറിൽ KL 12 വയനാട് നമ്പറിൽ തന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു അഡാറ് മുതൽ, അതായത് ചെക്കന്മാർക്ക് തന്നെ അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഫോർച്യൂണർ ഏതാ മോഡൽ വരുന്നത്? ഇത് വന്നിട്ട് 2013 മോഡൽ വണ്ടിയാണ്. 2013. എക്സ്ട്രാ ഫിറ്റിംഗിന്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്കെന്നെ അറിയില്ല. എക്സ്ട്രാ അഡീഷണൽ എത്ര കയറിയിട്ടുണ്ട്? അഡീഷണൽ 4 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്. ഓക്കെ, 2013 ആണ്. 2-wheel ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 1,05,000 കിലോമീറ്റർ കമ്പനി ജെനുവിൻ. 100% അവൈലബിൾ. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, റീപ്ലേസ് എന്താ? ഒന്നുമില്ല. ഹിസ്റ്ററിയിൽ റീപ്ലേസ് ഒന്നുമില്ല. ഞാൻ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് എടുത്ത വണ്ടിയാണ്. ഇന്നലെ സ്റ്റോക്ക് കയറിയ വണ്ടിയാണ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൈസ് 13.5 ലക്ഷം. 13.5 വിത്ത് കേരള നമ്പറിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ ക്രിസ്റ്റയിലേക്ക് പോവാ. ഇത് ഒരുവിധം ആളുകളൊക്കെ ചെക്ക് ചെയ്യുന്ന വണ്ടിയാണ്. ടയോട്ടയുടെ ടൂറിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ ഓപ്ഷനാണ് ക്രിസ്റ്റയിൽ. അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് 2017 ഓട്ടോമാറ്റിക് ടൂറിംഗ് സ്പോട്ടില്. ഓണർഷിപ്പ് ആണത്? ഇത് വന്ന് ഫസ്റ്റ് ഓണർഷിപ്പ്, ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പ് ആവും. ഓക്കെ, റിയാണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് വന്നിട്ട് ഓടിയിരിക്കുന്നത് 1,21,000 കിലോമീറ്റർ കമ്പനി സർവീസ് റെക്കോർഡ്. റീപ്ലേസ് ഒന്നുമില്ല, 18.5 ലക്ഷം വിത്ത് കേരള നമ്പർ. വിത്ത് കേരള നമ്പറിൽ 18.5 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ മാക്സിമം 17 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇനോവ ഏതാ മോഡൽ വരുന്നത്? ഇനോവ വന്നിട്ട് നല്ല ഒരു ക്വാളിറ്റി വണ്ടിയാണ്. 2015 മോഡൽ Z ഓപ്ഷൻ വരുന്ന വണ്ടി. ഇനോവയിൽ അല്ല, മാനുവലാണ്. ഇനോവയിൽ ഓട്ടോമാറ്റിക് വന്നിട്ടില്ലല്ലോ. 2015 മോഡൽ. ഓണർഷിപ്പ് അവിടെ ഫസ്റ്റ്, ഇനി ഇവിടെ സെക്കൻഡ്. കിലോമീറ്റർ 1,40,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താ? ഒന്നുമില്ല, 0 റീപ്ലേസ്. ഇതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൈസ് 11 ലക്ഷം രൂപ വിത്ത് കേരള നമ്പർ. വിത്ത് കേരള നമ്പറിൽ മാക്സിമം ലോൺ. അതായത് ഇനോവയിലെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അന്നിറങ്ങിയ വണ്ടി. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഇനോവ ഏതാ മോഡൽ? നെക്സ്റ്റ് വന്നിട്ട് ഈ വണ്ടി കേരള വണ്ടിയാണ്. നമ്മളെ കയ്യിൽ ഏക ഇനോവയിൽ അവൈലബിൾ ആയിട്ടുള്ള കേരള വണ്ടിയാണ്. ഇത് വന്നിട്ട് 4 ഓണർഷിപ്പിലുള്ള 2012 വണ്ടിയാണ്. വി ഹൈ ക്വാളിറ്റി വണ്ടി. ഓക്കെ, 7 സീറ്റർ. ഓണർഷിപ്പ് 4 കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1,73 ജെനുവിൻ കമ്പനി സർവീസ്. 270 അല്ലേ? 100% കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. റീപ്ലേസ് എന്താ? ഒന്നുമില്ല, റീപ്ലേസ്. ലാസ്റ്റ് ഇതിന്റെ പ്രൈസ് 8.5 ലക്ഷം രൂപ. 8.5 ലക്ഷം മാക്സിമം. ഹൈ ക്വാളിറ്റി വണ്ടി, ചിലപ്പോൾ 8 ലക്ഷം രൂപ ലോൺ വരെ കിട്ടും. ഓക്കെ, ഈ ഒരു ഇനോവ ഇത് 15 G4 നമുക്ക് ഓഫർ പ്രൈസ് ആണ് 8.5 ലക്ഷം രൂപ. 2015 G4 8.5 ലക്ഷം രൂപ കേരള നമ്പറിൽ. ഓക്കെ, സർവീസ് റെക്കോർഡുള്ള വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് റീപ്ലേസ് എന്താ? ഒന്നുമില്ല. ഹിസ്റ്ററി 100% അവൈലബിൾ. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മളിപ്പം ഫോർച്യൂണർ കാണിച്ച്, ഇപ്പൊ ഇനോവ കാണിച്ച്, ഇനി കാണിക്കാൻ പോകുന്ന ക്രെറ്റന്റെ ഒരു കുമ്പാരം. ക്രെറ്റ 1 അല്ല 2 അല്ല 3 അല്ല ഓട്ടോമാറ്റിക് മാനുവൽ ഒക്കെ അവൈലബിൾ ആണ്. സോൾഡ് ഔട്ട് ആയി. ഇന്നലെ രാത്രി സോൾഡ് ഔട്ട് ആയി. ഇന്നലെ രാത്രി സോൾഡ് ഔട്ട് ആയി. ഓക്കെ, അപ്പൊ ഒരു കരിമ്പുലി വരുന്നുണ്ട്. കരിമ്പുലി ഏതാ മോഡൽ വരുന്നത്? 64 ഇരിക്കുന്ന 2019 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് വിത്ത് സൺറൂഫ്. 20 കിലോമീറ്റർ മുകളിൽ SXO 1.6 CRD എഞ്ചിൻ.
ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ആണ്. ഓണർഷിപ്പ് ആരത്? ഇത് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 69,200 കിലോമീറ്റർ. 69,200. റീപ്ലേസ് ഒന്നുമില്ല, സീറോ റീപ്ലേസ്മെന്റ്. ഇതിന് 12 ലക്ഷം രൂപ. 12 ലക്ഷം. എത്ര ലോൺ കയറും? 12 ലോൺ കയറും. 12 ലോൺ. ഒരു 50,000 ക്യാഷ് ബാക്ക് അല്ലേ? ക്യാഷ് ബാക്ക് എന്ന് പറയാൻ പറ്റില്ല, അവരെ പൈസ അവർ കൊണ്ടുപോകണം, നമ്മൾ കൊടുക്കല്ല. ഈ കറക്റ്റ് സെയിം 2019 മോഡല്, ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? ഇതും ഡീസൽ ഓട്ടോമാറ്റിക്, സെയിം മോഡൽ, സൺറൂഫ് എല്ലാം വരുന്ന SX ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്റർ 74,000 കിലോമീറ്റർ. ഒന്നുമില്ല, ലാസ്റ്റ് 12 ലക്ഷം രൂപ. 12 ലക്ഷം മാക്സിമം ലോൺ ചെയ്തു. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ്, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്. ഓക്കെ. ഈ സിയാസ് പണ്ട് ഷെരീഫ് കാക്ക ഇവിടെ കച്ചവടം ചെയ്ത ടൈമിന് ഏറ്റവും കൂടുതൽ പോയൊരു വണ്ടിയായിരുന്നു സിയാസ്. ഇപ്പൊ കണ്ണ് പറ്റാണ്ടിരിക്കാൻ വാങ്ങി വെക്കുന്ന മാർക്കറ്റിൽ നല്ല വില കണ്ണെറ്റു. അതെ. ഓക്കെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 ആൽഫ. ആൽഫ ഇൻ ദ സെൻസ് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഹൈബ്രിഡ്. അത്യാവശ്യം മൈലേജ് എന്തായാലും കിട്ടും. മൈലേജ് 20 മുകളിൽ 22. ഡീസൽ ആണ്, ഹൈബ്രിഡും ആയതുകൊണ്ട് തന്നെ മൈലേജും കിട്ടും. പിന്നെ അത്യാവശ്യം നീറ്റ് ആയിട്ട് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ വന്ന് 1,37,000 കമ്പനി സർവീസ്. റീപ്ലേസ് 1,34 ലാസ്റ്റ് സർവീസ് ചെയ്ത വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല, മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 6.25 ലക്ഷം രൂപ. 6.25. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത കോഫി കളറിലുള്ള ഫാൻസി നമ്പറുള്ള വണ്ടിയാണ്. മാക്സിമം ഇത് ചിലപ്പോൾ 7 ലക്ഷം രൂപ ലോൺ കയറും. അതേപോലെ നെക്സ്റ്റ് വരുന്ന ഏതാണ്? ഹുണ്ടായിന്റെ ഒരു സഡാൻ ടൈപ്പ് വണ്ടി. 2019 പെട്രോൾ വണ്ടിയാ. 2019 പെട്രോൾ. ഹുണ്ടായിൽ വന്ന ഒരു സഡാൻ ടൈപ്പ് ആണ്. സഡാൻ ടൈപ്പില് ഒരു മിനി പ്രീമിയം തന്നെ പറയാവുന്ന ഒരു വണ്ടിയാണ്. ഹുണ്ടായിൽ വന്ന ആകെ ഏക വണ്ടി ഇതാണ്. ഓക്കെ. 2019 മോഡൽ SX ആണ്. 71,000 കിലോമീറ്റർ ജെനുവിൻ സർവീസ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഒന്നുമില്ല, അവൈലബിൾ പക്കാണ്. കമ്പനി കൊണ്ടുപോയിട്ട് നമുക്ക് പൈസ ഇതിന് 8.25 ലക്ഷം. 8.25 ലക്ഷം ലോൺ കയറും. ഇതിപ്പോ 9,900 ലോൺ കയറും. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ സ്വിഫ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. ഇപ്പൊ സ്വിഫ്റ്റ് കുറവാന്ന്. നമുക്കിനി ഇത് കാണിക്കണോ? സിറ്റി കാണിക്കണോ? ഹോണ്ട സിറ്റി അല്ലേ? ഹോണ്ട സിറ്റി ഏതാ മോഡൽ വരുന്നത്? സിറ്റി ഈ പറഞ്ഞതുപോലെ നമ്മളടുത്ത് 1 2 3 4 സൺറൂഫ് ഉള്ള സിറ്റി ഉണ്ട്. നമ്മളെ 4 സിറ്റി വരുന്നുണ്ട്. ഹോണ്ട സിറ്റി ആണെങ്കിൽ 4 സിറ്റി വരുന്നുണ്ട്. 2014 VX ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ. 1.12 ഓട്ടോ. 1.12 ജെനുവിൻ സർവീസ്. റീപ്ലേസ് ഒന്നുമില്ല. ഇതിന്റെ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 5.85. 5,85,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ 5.5 വരെ ലോണിന് കയറും. ഓക്കെ. നെക്സ്റ്റ് ഹോണ്ട സിറ്റി. ഇത് സൺറൂഫ് ഇല്ലാത്ത വണ്ടിയാണ്. 2015 മോഡൽ ഡീസൽ V ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഒറ്റ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1.20. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ മാക്സിമം ലോൺ ചെയ്തു. മാക്സിമം ലോൺ. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന ഹോണ്ട സിറ്റി വീണ്ടും നമ്മളെ കയ്യിൽ വന്നിരിക്കുന്നത് 19 KL 10 മലപ്പുറം രജിസ്ട്രേഷനിലുള്ള 2019 സൺറൂഫ് VX ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 79,000 റീപ്ലേസ് ഒന്നുമില്ല. അവൈലബിൾ. ലാസ്റ്റ് 10.25 ലക്ഷം രൂപ. 10 ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്ന ഏതാണ്? ഇത് വീണ്ടും സൺറൂഫ് ഉള്ള 2014 വണ്ടിയാ. 2014 സൺറൂഫ് വരുന്ന VX ഡീസൽ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. 1,08,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടി. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്. ഓക്കെ. അവൈലബിൾ. ഇതിന്റെ 5.90 മാക്സിമം ലോൺ ചെയ്ത് മാക്സിമം ലോൺ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ TUV ഏതാ മോഡൽ? TUV 7 സീറ്റ്. 2018 മോഡലാണ്. ഇത് വന്നിട്ട് 1,48,000 കിലോമീറ്റർ കമ്പനി സർവീസ് റെക്കോർഡ്. സിംഗിൾ ഓണർഷിപ്പ്. ഇപ്പൊ നമ്മുടെ പേരിലോട്ട് മാറിയിട്ടുണ്ട്. ഒന്നുമില്ല. 100% അവൈലബിൾ. 6 രൂപ. 6.5 ലോണും ചെയ്തു. ഫുൾ ലോൺ ചെയ്തു. ഈ എർട്ടിഗ 2015-16 ഹൈബ്രിഡ് ആണ്. 2015-2016 1,21,000 കിലോമീറ്റർ ഡീസൽ. അത്യാവശ്യം മൈലേജ് ഇടുന്ന കമ്പനി 24 പറയുന്നുണ്ട്, നമ്മൾ 20 പറയുന്നുണ്ട്. ഒന്നുമില്ല. അവൈലബിൾ. ഇതിന്റെ പ്രൈസ് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അതിന്റെ ഇടയിൽ കൂടി ഒരു കുട്ടി കച്ചവടം. നാനോ കുട്ടി ഏതാ? എക്സ്ട്രാ. ഇത് ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡൽ ടോപ്പ് ട്വിസ്റ്റ് ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുള്ള് പെട്രോൾ. ഒറ്റ ഓർഡറാണ്. ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക്. ഒന്നുമില്ല. ലാസ്റ്റ് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. സിംഗിൾ ഓണർഷിപ്പ്. 2018 40,000 ഓടിയിട്ടുള്ളൂ. കുറച്ച് കൊടുക്കണം നമുക്ക്. ഓക്കെ. ഇത് ഫൈനൽ പ്രൈസ് ആണോ പറയുന്നത്? അല്ല, ഇതിലൊക്കെ എന്തെങ്കിലും നമ്മൾ ചോദിക്കുന്നൊക്കെ അവര് തരൂലല്ലോ. എന്നാൽ ചെറിയ നെഗോസിയേഷൻ ഒക്കെ കാണുമല്ലോ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ റിഡ്സ് നമുക്കൊരു ഓഫർ പ്രൈസ് 1.5 ലക്ഷം രൂപ. 2011 വണ്ടി പെട്രോൾ. ഓണർഷിപ്പ് ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ ജെനുവിൻ ആണ്.
84,000 കിലോമീറ്റർ. ഒന്നുമില്ല. ലാസ്റ്റ് 1.5 ലക്ഷം ഓഫർ പ്രൈസ് 2.5 ചോദിക്കുന്ന വണ്ടിയാണ്. 1.5 ലക്ഷം രൂപയ്ക്ക്. അതുപോലെ 1.5 ലക്ഷം രൂപയ്ക്ക് പുതിയ പേപ്പർ 2009 ഡീസൽ ഓട്ടോമാറ്റിക്, ഡീസൽ മാനുവൽ, ഡീസൽ. ഓണർഷിപ്പ് ഇത് വന്നിട്ട് സെക്കൻഡ്. കിലോമീറ്റർ 1.20 ജനുവിനാ. ഒന്നുമില്ല. 1.5 രൂപ. പുതിയ പേപ്പർ 5 വർഷം. ബ്രസ ഓട്ടോമാറ്റിക് ആണ്. ZDI ഓട്ടോമാറ്റിക് 2018 മോഡലാ. ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്ററോ സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 1,29,000. ഒന്നുമില്ല. 7.5 രൂപ. 18 ഓട്ടോമാറ്റിക്. നെക്സ്റ്റ് വരുന്നത് അതേപോലെ തന്നെ ഇതേമാതിരി ഒരു ഹോണ്ട സിറ്റിയാ ZX ഓട്ടോമാറ്റിക് 2018-2019 രജിസ്ട്രേഷൻ. 10 നിൽക്കുന്ന വണ്ടി. അതെ. എത്ര ലോൺ അടിച്ചിട്ടുണ്ട്? ഇത് 42,000 ഓടിയിട്ടുള്ളൂ. ഒന്നുമില്ല. ഇത് നമുക്ക് 8.25 ലക്ഷം രൂപ 9.25 ലക്ഷം രൂപ മാക്സിമം ലോൺ. 10 ലക്ഷം ലോണേ ആദ്യം. WRV ഏതാ മോഡൽ? 2018 മോഡൽ VX എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാ. 2018 അല്ലേ? 2012 VX. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്റർ 99,000 കിലോമീറ്റർ. ഒന്നുമില്ല. സൺറൂഫ് വരുന്ന വണ്ടിയാണ്. 8.5 ലക്ഷം രൂപ. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് അതേപോലെ തന്നെ ഏതാണ്? സണ്ണിക്കുട്ട ഏതാ മോഡൽ? ഓഫർ പ്രൈസ് 2014-15 പ്രീമിയം വണ്ടിയാ. 2014-2015 ഒറിജിനൽ കേരള KL7 സെക്കൻഡ് ഓർഡർ വണ്ടി. ഓക്കെ. ഒന്നുമില്ല. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓടിയിരിക്കുന്നത് 1.40. ഒന്നുമില്ല. ഇത് നമുക്ക് 3.5 ലക്ഷം രൂപ ഓഫർ പ്രൈസ്. 4 ലക്ഷം രൂപ ലോണ്. 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ 50,000 ക്യാഷ് ബാക്ക്. അവരെ പൈസ ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ആൾട്ടോ 2018 VX ആകെ 45,000 കിലോമീറ്റർ ഓടിയ ഒറ്റ ഓണർഷിപ്പ് വണ്ടിയാ. ഒന്നുമില്ല. VX ആണ്. 46,000 ഓടിയിട്ടുള്ളൂ. 3 രൂപ. 3 രൂപ. എത്ര ലോൺ വരും? ഇതിപ്പോ 3 ലോൺ വരും. i20 ഏതാ മോഡൽ? i20 2017 വണ്ടിയാ. 2017 ഓപ്ഷൻ ഡീസൽ. ഡീസലാണ് 2017 ആസ്റ്റ ഓപ്ഷനിൽ. 91,000 കിലോമീറ്റർ. ഒന്നുമില്ല. ഇത് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ മാക്സിമം ഓൺ ചെയ്ത് ചെയ്യാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന i10 മോഡൽ. ഇത് 2015 മോഡല് മാഗ്ന. 2017 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 54,000. ഒന്നുമില്ല. 3.40. എത്ര ലോൺ വരും? 3.40 ലോണ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഏതാണ്? CRV ഏതാ മോഡല്? അത് 2014 മോഡലാ. 2014 മോഡൽ ആണ്. CNG ചെയ്ത വണ്ടിയാ. CNG ആണ്. പെട്രോൾ CNG. ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് റീ വണ്ടിയാ. ഒന്നുമില്ല. 3.5 ലക്ഷം രൂപ. 3.5 ലക്ഷം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ലോൺ ഒരു 3.25-3 വരെ ലോൺ ചെയ്യാം. ഓക്കെ. റേറ്റ് എത്ര വരുന്നത്? ഇത് 3.5 2.25 ഒരു 75,000 രൂപ വണ്ടി കൊണ്ടോ. പെട്ടെന്ന് CNG എന്ന് പറയുമ്പോ എന്താ അറിയോ, പെട്ടെന്ന് ആ ഒരു പെട്രോൾ CNG. ഓക്കെ. ഞാൻ അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ്. ഇത് 2016 മോഡൽ അമേസ്. 2016 ഡീസൽ 20 ഓട്ടം. ഫസ്റ്റ് ഓണർ. ഒന്നുമില്ല. ഇത് കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള. ലാസ്റ്റ് 4 ലക്ഷം രൂപ. 4 ലക്ഷം. എത്ര ലോൺ? അതുപോലെ 4 ലോണ്. ഓക്കെ. ഈ ഒരു അമേസോ? ഇത് ന്യൂ ഷേപ്പ് അമേസ് 2018 മോഡൽ. 2018 ഡീസൽ അല്ലേ? ഡീസൽ. ഓണർഷിപ്പ് മാനുവൽ ആണ്. ഇതിന് വന്നിട്ട് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 6.5 ലക്ഷം റുപ്യാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. 90,000 കിലോമീറ്റർ. അല്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമ്മൾ 6.5 ആസ്കിംഗ് പ്രൈസ്. 6.25 കസ്റ്റമർ 6.25 കൊടുക്കും. നിങ്ങൾ ഇതൊക്കെ ആദ്യം കുറച്ചിട്ട് പറയാം. ഒന്നുമില്ല. അവൈലബിൾ. ഓക്കെ. ഈ ഒരു 18 ഓട്ടോമാറ്റിക് ആണ്. ഡീസലിന് 2018 ഓട്ടോമാറ്റിക് ഡീസൽ. 26 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സിംഗിൾ ഓണർ വണ്ടിയാ. ഒന്നുമില്ല. 1.25 ജെനുവിൻ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. 100%. ഇതിന്റെ ഫൈനൽ പ്രൈസ് 7 ലക്ഷം രൂപ. ലാസ്റ്റ് 7.5 ആസ്കിങ്. ഫൈനൽ 7 ലക്ഷം രൂപ. എത്ര ലോൺ വരും? ഇതിന് 7.5 വരെ ലോൺ കയറും. ഇത് 16 അമേസ് ആണെങ്കിൽ ഇത് സെയിം 17 അമേസ്. 17 അമേസ്. അതെ. ഡീസൽ തന്നെ. ഡീസലാണ്. 1,10,000 KL57 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാ. ഒറിജിനൽ കേരള. ഒന്നുമില്ല. ഇതിന്റെ ഫൈനൽ പ്രൈസ് 4.90. 4.90. എത്ര ലോൺ കയറും? 4.90 ലോൺ. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സെലേറിയോ. 2 സെലറി ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ. 2 ഓട്ടോ. സെലേറിയോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഓട്ടോമാറ്റിക് ലേഡീസ് ഓറിയന്റഡ് വണ്ടിയാണല്ലോ. സെലേറിയോ ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 വണ്ടിയാ. 2019 വണ്ടി. VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. 78,000 കിലോമീറ്റർ. 78,000. ഒന്നുമില്ല. 4.90.
ലാസ്റ്റ് ഫൈനൽ ആണ്. ലാസ്റ്റ് 490, 5.25 ആസ്കിംഗ് പ്രൈസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര ലോൺ വരും? ഇതിപ്പോ 490 ലോണ്. ഓക്കെ, ഈ ഒരു മോഡൽ കൂടിയ വണ്ടികൾ നമുക്ക് കൂടുതൽ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സാലറിയോ? ഇത് 2017 പെട്രോൾ ആണ്. അഡീഷണൽ ആയിട്ട് നമ്മൾ CNG ചെയ്ത വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ്. 2017 അല്ലേ? ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ്. അതെ. ഓക്കെ, കിലോമീറ്ററോ? കിലോമീറ്റർ 80,000. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇതിന് 440. 4.25 ആസ്കിംഗ് പ്രൈസ്. 440. എത്ര ലോൺ വരും? ഇതിന് നമുക്കൊരു 4 രൂപ വരെ ലോൺ ചെയ്തു. ഓക്കെ, ഇഗ്നിസ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ ഡെൽറ്റ എന്ന് പറയുന്ന 98,000 കിലോമീറ്റർ KL 10 മലപ്പുറം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, റീപീസ് ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 98,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൈസ് നമുക്ക് 5,20 കൊടുക്കാം. 5,20,000. എത്ര ലോൺ കയറും? ഇതിപ്പോ 5,20 ലോൺ കയറും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് ആണ് അല്ലേ? 5 സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഈ സ്വിഫ്റ്റ് 5 സ്വിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ സ്വിഫ്റ്റ് ഡിസയർ ആണ്. അല്ല, ഡിസയർ ഏതാ മോഡൽ? 2016 മോഡല്. ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പില് 1,04,000 കിലോമീറ്റർ. റീപീസ് ഒന്നുമില്ല. ലാസ്റ്റ് 490. 490. എത്ര ലോൺ കയറും? ഇതിപ്പോ 490 ലോണ്. ഓക്കെ, ഈ സ്വിഫ്റ്റോ? ഇത് 2016 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്ത വണ്ടി. ഒന്നുമില്ല. 1,10,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. പ്രൈസ് എങ്ങനെയാണ്? 490 ലോണ്. ഈ സ്വിഫ്റ്റോ? ഇത് 2014 ഡീസൽ തന്നെ. ഇത് ഡീസലില് ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 1,19,000 കിലോമീറ്റർ. ഒന്നുമില്ല. 440. ആണോ? ഇത് 440. ഈ സ്വിഫ്റ്റോ? ഇത് വന്നിട്ട് ഓട്ടോമാറ്റിക് ആണ്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക്, സോറി, ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്, ഇത് ഡീസൽ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് 2018 ന്യൂ ഷേപ്പ് 99,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. ഒന്നുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൈസ് 5.25. ഓക്കെ, ഇതോ? ഇത് 2018 ഡീസൽ ഓട്ടോമാറ്റിക് കർണാടക കേരളത്തിലോട്ട് റീ ആയ വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി. അലോയ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ 18 ന്യൂ ഷേപ്പില്. ഓക്കെ, കിലോമീറ്റർ? സെക്കൻഡ് ഓണർഷിപ്പ് 88,000 കിലോമീറ്റർ. ഒന്നുമില്ല. ഡീസൽ അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 6.30. ഡീസൽ ഓട്ടോമാറ്റിക്. അതെ, ചെയ്ത് കൊടുക്കാം. നമുക്ക് നിർത്തല്ലേ? എത്ര മിനിറ്റാണ്? 20 മിനിറ്റ് കണ്ടിന്യൂസ്. അവിടുന്ന് ഫോർച്യൂണർ തുടങ്ങിയതാണ്, അവസാനിക്കുന്നത് ഈ സ്വിഫ്റ്റിലാണുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട്. ഷെരീഫ് ഖാന്റെ പ്രത്യേകത ഞാൻ ആദ്യം പറയണമല്ലോ. കാരണം നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ വിശ്വസിച്ച് വണ്ടി എടുക്കുക. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഇവർ പറയാത്ത എന്തെങ്കിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, ഫ്ലഡ് എഫക്ട് വണ്ടിയാണെന്നുള്ളത് നിങ്ങളൊരു എഞ്ചിനീയറെ വെച്ചിട്ട് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 50,000 അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കും. ഓക്കെ, 100%. അത് നമ്മൾ വണ്ടി കച്ചവടം തുടങ്ങിയ കാലത്തെ നമ്മൾ പറയുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട.